മദേഴ്സ് ഡേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് ഹൈക്കിങ്ങിന് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെപ്പ് കൗണ്ട് വളരെ ഹൈ ആയിരുന്നു. ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടു. അടുത്ത് അധികം ദൂരം ഇല്ലാത്ത ഒരു ചെറിയൊരു വാട്ടർഫോൾ കാണാൻ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിയതാണ്, ഒരു സാൻഡ്വിച്ചും സാലഡും. ആ സാലഡിൽ തേങ്ങാ പീസ് ഉണ്ടായിരുന്നു, ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു, ക്യാരറ്റ്, പിന്നെ കേലൊക്കെ. വാട്ടർഫോളിൻ്റെ എൻട്രൻസിലേക്ക് തന്നെ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഏറ്റവും ഈ ഏരിയയിലുള്ള കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണത്രേ. വലിയ വലിയ കൊട്ടാരം പോലത്തെ കുറേ വീടുകൾ കണ്ടു സൈഡിലൊക്കെ. വൻ സേഫ്റ്റി മെഷേഴ്സും ആയിരുന്നു. 3 മണിക്ക് പോയി 8 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു. നല്ല ടയേർഡായിരുന്നു. വെള്ളം കുടിച്ചത് മതിയായില്ല. പരിസരത്ത് ടോയ്ലറ്റൊന്നും കണ്ടില്ല, അത് കാരണം ഞാൻ റിസ്ക് എടുത്തില്ല. ഈസിയായ ഹൈക്കായിരുന്നു. മോസ്റ്റ്ലി ലെവൽ സർഫസ്, അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റി. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു. പക്ഷേ വെള്ളം കുറവായിരുന്നു. അടുത്തൊന്നും മഴ വന്നിട്ടില്ല. ഇവിടെ മഴ വല്ലപ്പോഴേ വരാറുള്ളൂ, അതും ചെറുതായിട്ട്. ഐസ് പോലത്തെ വെള്ളമായിരുന്നു. എന്നാലും മോന് അതിൽ കളിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ആഴം കുറവും. അങ്ങനെ അവന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാനും ഷൂസൊക്കെ ഊരി നല്ല ഇറങ്ങി നിന്നു. നല്ലൊരു സുഖമുള്ള ഒരു അന്തരീക്ഷം, എന്താ പറയുക, മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു സ്ഥലം പോലെ. ആൾക്കാരും കുറവായിരുന്നു, വന്നുകൊണ്ടും പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. നല്ല റിലാക്സിങ് സൗണ്ട്സ് എന്നൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, അതുപോലെ തന്നെ ഇൻ റിയൽ. 7:30 ആയി സൺസെറ്റ് ആവാൻ. എന്നാലും എന്തൊരു ഭംഗിയാന്ന് നോക്ക്. പാർക്കിംഗ് ലോട്ടിലേക്ക് തന്നെ പിന്നെ 15 മിനിറ്റാണ് നടക്കാൻ. 2 നേരം പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ ഇല്ലാത്തത് കാരണം ഉള്ളതുകൊണ്ട് ഒപ്പിച്ചു. ഒരുപാട് അനാവശ്യമായ കാലറി ഞാൻ സേവ് ചെയ്തു.